എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഏറെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തണ്ടോട് കൂടിയാണ് ഇരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഓരോ ഇതളായിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ ഇപ്പം. അപ്പം ഇന്ന് ഞാനും പപ്പയും കൂടി ഇരുന്നാണ് ഈ മുരിങ്ങയില എല്ലാം ഈ തണ്ടിൽ നിന്നിങ്ങനെ ഓരോ ഇതളായിട്ട് ഊരി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചുക്കിലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിങ്ങനെ ചെയ്യാവൂ. അപ്പം കുറച്ച് ഏറെ സമയം എടുക്കും. അപ്പോൾ 1-2 പേരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മുരിങ്ങയിലൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ മുരിങ്ങയിലയിലുണ്ട്. അപ്പം ഞാൻ ഇപ്പം മുരിങ്ങയില ഇതേപോലെ റെഡിയാക്കി ഫുള്ള് വെച്ചിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് ഒരുപാട് തോന്നും, പക്ഷേ തോരൻ വെച്ച് കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ മുരിങ്ങയില പെട്ടെന്ന് ഈ തണ്ടിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വലിയൊരു തണ്ടിൽ നിന്ന് ചെറിയൊരു ഇതള് നമുക്കിതേപോലെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ മേളത്തെ ഇലയിൽ നിന്ന് താഴോട്ടിങ്ങനെ ഊരിയാൽ പെട്ടെന്ന് നമുക്ക് ഊരി വരും. പിന്നെ മേളിലുള്ള ആ ഇതള് മാത്രം ഊരിയാൽ മതി. അപ്പോൾ ഇതുപോലെ കുറേ തണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു തണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത്, അപ്പോൾ ഇതേപോലൊരു 3-4-5 ഇല കാണും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെ ഇലയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഊരണം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പീര, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് തുമരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചതച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് മിക്സിയിൽ അരയ്ക്കണ്ട, കാരണം ഒരുപാട് അരഞ്ഞു പോകും. നമുക്ക് ഒത്തിരി അരഞ്ഞൊന്നും വേണ്ട ഇത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതി. വെളുത്തുള്ളി ഞാൻ അതിൻ്റെ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടില്ല. അപ്പോൾ തൊലിയോട് കൂടിയാണ് നമുക്ക് ചതച്ചെടുക്കേണ്ടത്. ഞാൻ പച്ചമുളക് ഒരു 5 പച്ചമുളക് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പം നമുക്കിതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഞാനൊരു അരമുറി തേങ്ങാപ്പീരയാണ് ചേർക്കുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ മുരിങ്ങയിലയുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ എത്രയും ചേർക്കും നമുക്ക് അത്രയും ടേസ്റ്റാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതോടെ നമുക്ക് ചതച്ച് കൊടുക്കാം. നമ്മളുടെ ഈ ഡയബറ്റിക്സ് പേഷ്യൻസ് ഡെയിലി മുരിങ്ങയില അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം അവരുടെ ഷുഗർ ആണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ അത് സഹായിക്കുന്നതാണ് ഡെയിലി ഇത് കഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഹൈ BP ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് മുരിങ്ങയില ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഒരു 1 അവറിന് ശേഷം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ ആ ഹൈ BP ഒന്ന് കൺട്രോൾ ചെയ്യാനും സഹായിക്കും. അപ്പോൾ അതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പാണെങ്കിൽ കുറച്ചൊന്ന് മൂത്ത് വരണം. ഒന്ന് ഒരുപാട് മൂത്ത് വരണ്ട. നമുക്ക് ആ തേങ്ങയുടെ എണ്ണമയമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോഴാണ് ആ തോരന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അരപ്പിലേക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില കഴുകിയൊന്നും ഇടരുത്, കഴുകാതെ തന്നെ ഇടണം. നമ്മൾ ചുക്കിലിയൊക്കെ കളഞ്ഞിട്ടാണ് മുരിങ്ങയില എടുത്തേക്കുന്നത്. അപ്പം ഈ ചട്ടി ഫുള്ളായിട്ടാണ് മുരിങ്ങയില ഇരിക്കുന്നത്. പിന്നെ നമുക്ക് പതുക്കെ അടിയിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മളുടെ അരപ്പ് ഫുള്ള് മുരിങ്ങയിലയിൽ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ മുരിങ്ങയില ഒന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. അപ്പം ഈ മുരിങ്ങയിലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ആവി കയറുമ്പോഴത്തേക്കിന് തന്നെ ഇതങ്ങ് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ ഒതുങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് അടച്ചു വെക്കാം.
ഇപ്പോൾ തന്നെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇനി ഒന്ന് അടച്ച് വെക്കാം. അടച്ചൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കിന് നമ്മളുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പരിപ്പ് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില തോരനായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പം പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇനി നമ്മളിതൊന്നും കുക്ക് ചെയ്യേണ്ട. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് അപ്പോൾ അതുവരെ നമുക്ക് വെള്ളമൊന്നും അധികം ചേർക്കാത്തതുകൊണ്ട് ഇതൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതേപോലെ ഒന്ന് സൈഡിലോട്ട് ആക്കി ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് വെള്ളമയമൊക്കെ ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തോർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഈ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് ഈ മുരിങ്ങയില കഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതാണ്. നമ്മളുടെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് മുരിങ്ങയില തോരൻ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.